നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യ അഭിമാന നേട്ടത്തിന് തിരിതെളിച്ചിരിക്കുകയാണ്. വാർത്തയിലേക്ക്. സയാമിസുകളെ വേർപെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവരെ പിച്ചു വെച്ചു നടക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു വലിയ നിയോഗത്തിന് സൗദി അറേബ്യ മുന്നേറ്റം നടത്തി. 48ാമത്തെ ഇരട്ടകളെയും ഇന്നലെ സൗദി അറേബ്യ വേർപെടുത്തി കഴിഞ്ഞു. അഹമ്മദ് മുഹമ്മദ് എന്നീ ലിബിയൻ സയാമിസുകളെയാണ് വ്യാഴാഴ്ച റിയാദിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിൽ 15 മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തിയത്. 35 ഡോക്ടർമാരുടെ സംഘം 11 ഘട്ടങ്ങൾ കടന്ന ശസ്ത്രക്രിയയ്ക്കൊടുവിലാണ് ഒന്നായി ഒട്ടിക്കിടന്ന അഹമ്മദിനെയും മുഹമ്മദിനെയും 2 വ്യത്യസ്ത വ്യക്തികളാക്കി മാറ്റിയത്. തൻ്റെ ഓമനകളെ കാണാനെത്തിയ പിതാവ് ആശുപത്രിയിൽ വളരെ വികാര നിർഭരമായ നിമിഷങ്ങൾ സൃഷ്ടിച്ചു. സന്തോഷം കൊണ്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ് ഉണ്ടായത്. മുൻ ആരോഗ്യമന്ത്രി കൂടിയായിരുന്ന ലോക പ്രശസ്ത സർജൻ ഡോക്ടർ അബ്ദുള്ള അൽ റബിയയുടെ നേതൃത്വത്തിൽ 18 വർഷം മുൻപാണ് സൗദി അറേബ്യ സയാമീസ് ഇരട്ടകളെ വേർപെടുത്തൽ ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത്. ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സയാമിസുകളെ റിയാദിലെത്തിച്ച് പൂർണ്ണമായും സർക്കാർ ചിലവിൽ ശസ്ത്രക്രിയ നടത്തി വേർപെടുത്തുന്നത് ഒരു ജീവകാരുണ്യ ദൗത്യമായിട്ടാണ് സൗദി അറേബ്യ നടത്തി വരുന്നത്. ഇക്കാലത്തിനിടയിൽ ഏതാണ്ട് 30ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരട്ടകളെ റിയാദിലെത്തിച്ച് വേർപെടുത്തി കഴിഞ്ഞു. 48ാമത്തെ ഇരട്ടകളായിരുന്നു ലിബിയയിൽ നിന്നെത്തിയ അഹമ്മദും മുഹമ്മദും. ഡോക്ടർ അബ്ദുള്ള അൽ റബി തന്നെയാണ് ഈ ശസ്ത്രക്രിയകളിലും നേരിട്ട് നേതൃത്വം നൽകിയത്. കൂടുതലും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ വേർപെടുത്തുന്നത്. ഇപ്പോൾ വേർപെടുത്തിയ കുട്ടികൾ ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് എത്താൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ഡോക്ടർമാരും ഈ കുരുന്നുകളുടെ മാതാപിതാക്കളും. വേർപെട്ട കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയും ചുംബനമർപ്പിക്കുകയും ചെയ്യുന്ന പിതാവിന്റെ വീഡിയോ ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയുടെ ഈ അഭിമാന നേട്ടം ലോകമൊട്ടാകെ അഭിനന്ദന പ്രവാഹത്തിന് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണ്. ഈ കുരുന്നുകൾ ഇനി ജീവിതത്തിലേക്ക് പിച്ചുവെച്ചു നടക്കട്ടെ. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.